എല്ലാവർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ആദ്യത്തേത് ഒരു മലയാളം സീരീസ് ആണ് ഫാർമ. PR അരുൺ രചനയും സംവിധാനവും നിർവഹിച്ച് നിവിൻ പോളി നായകനാകുന്ന ആദ്യ വെബ് സീരീസ് ആണ് ഫാർമ. ഒരു ഗുളികയുടെ കവറിനുള്ളിൽ കിടക്കുന്ന നിവിനെയാണ് പോസ്റ്ററിൽ കാണാൻ കഴിയുന്നത്. ഒരു സെയിൽസ്മാന്റെ കഥയാണ് സിനിമ പറയുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഒക്ടോബർ 24 റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് രാമചന്ദ്ര ബോസ് ആൻഡ് കോ. നിവിൻ പോളിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഹനീഷ് അദയനി സംവിധാനം ചെയ്ത മലയാളം ആക്ഷൻ കോമഡി ചിത്രമാണ് രാമചന്ദ്ര ബോസ് ആൻഡ് കോ. ആമസോൺ പ്രൈം വീഡിയോ വഴി ഉടൻ റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ആളങ്കം. ലുക്മാൻ, ജാഫർ ഇടുക്കി, ശരണ്യ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാക്കി ഷാനി ഖാദർ സംവിധാനം ചെയ്ത ഒരു കോമഡി ആക്ഷൻ ചിത്രമാണ് ആളങ്കം. മനോരമ മാക്സ് വഴി ഉടൻ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്ത മലയാളം മൂവി ഒരു പ്രണയപർവം. സൂരജ് സൺ, ശബരീഷ് വർമ്മ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിജേഷ് ചെമ്പിലോട് രചനയും സംവിധാനം നിർവഹിച്ച ഒരു കോമഡി ചിത്രമാണ് ഒരു വടക്കൻ പ്രണയപർവം. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി മിറാഷ്. ആസിഫ് അലി, അപർണ ബാലമുരളി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്തൊരു ത്രില്ലർ മൂവിയാണ് മിറാഷ്. സോണി ലീവിലൂടെ ഒക്ടോബർ 23 റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മൂവി തലവര. അർജുൻ അശോകൻ, രേവതി ശർമ്മ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഖിൽ അനിൽകുമാർ രചനയും സംവിധാനം നിർവഹിച്ചൊരു സിനിമയാണ് തലവര. ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്ക് ഇത് OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മലയാളം മൂവി ആഭ്യന്തര കുറ്റവാളി. ആസിഫ് അലി, തുളസി ജഗദീഷ്, ഹരിശ്രീ അശോകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ സേതുനാഥ് പത്മകുമാർ രചനയും സംവിധാനം നിർവഹിച്ചൊരു കോമഡി മൂവിയാണ് ആഭ്യന്തര കുറ്റവാളി. C5ലൂടെ ഒക്ടോബർ 17 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മൂവി ചെക്ക്മേറ്റ്. അനൂപ് മേനോന് കേന്ദ്ര കഥാപാത്രമായി രതീഷ് ശേഖർ രചനയും സംവിധാനം നിർവഹിച്ചൊരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് ചെക്ക്മേറ്റ്. C5ലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഗെറ്റ് സെറ്റ് ബേബി എന്ന മൂവിയാണ്. ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ, ചെമ്പൻ വിനോദ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ചിത്രം ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടുകയും ചെയ്തു. മനോരമ മാക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. അടുത്ത് തന്നെ സർപ്രൈസായി റിലീസ് ഉണ്ടാവുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മലയാളം മൂവിയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കല്യാണി പ്രിയദർശൻ, നസ്ലിൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദുൽഖർ സൽമാൻ ബാനറായ വേഫർ ഫിലിംസ് നിർമ്മിച്ച് ഡൊമിനിക് കരുൺ സംവിധാനം ചെയ്ത ഒരു സൂപ്പർ ഹീറോ ചിത്രമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. നെറ്റ്ഫ്ലിക്സ് ഇതിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കുന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദീപാവലിയോടനുബന്ധിച്ചോ അല്ലെങ്കിൽ ഒക്ടോബർ മാസം 23 ഇത് OTT റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് സാഹസം. ബിപിൻ കൃഷ്ണ രചനയും സംവിധാനവും നിർവഹിച്ച ഒരു കോമഡി ആക്ഷൻ ചിത്രമാണ് സാഹസം. നരേൻ, ബാബു ആന്റണി, ഗൗരി ജി കിഷൻ, റംസാൻ മുഹമ്മദ്, അജു വർഗീസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ മൂവി സൺ നെക്സ്റ്റിലൂടെ OTTയിൽ ലഭ്യമാണ്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് മെഹ്ഫിൽ. മുകേഷ്, ഉണ്ണി മുകുന്ദൻ, ആശാ ശരത്, മനോജ് KJN എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജയരാജ് രചനയും സംവിധാനവും നിർവഹിച്ച ഒരു മ്യൂസിക്കൽ ഡ്രാമ മൂവിയാണ് മെഹ്ഫിൽ. ഈ മൂവി മനോരമ മാക്സിലൂടെ OTTയിൽ ലഭ്യമാണ്. അടുത്തത് ഒരു കന്നഡ മൂവിയാണ് ഏലുമലൈ. റാണയെ കേന്ദ്ര കഥാപാത്രമാക്കി പുനീത് രംഗസ്വാമി രചനയും സംവിധാനം നിർവഹിച്ച ഒരു റൊമാൻറ്റിക് ത്രില്ലർ ചിത്രമാണ് എലുമലൈ. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇതിന്റെ റിലീസിംഗ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഒക്ടോബർ 17 റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു തമിഴ് സീരീസാണ് ദ ഗെയിം യു നെവർ പ്ലേ എലോൺ. ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ സീരീസാണ്. നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു സീരീസാണ് മോൺസ്റ്റർ ദി എഡ് ഗെയിൻ സ്റ്റോറി. ഇതൊരു ക്രൈം ത്രില്ലർ സീരീസാണ്. ഒക്ടോബർ 3 നെറ്റ്ഫ്ലിക്സിലൂടെ ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു തമിഴ് മൂവിയാണ് ഫീനിക്സ്. നവാഗതനായ സൂര്യ സേതുപതി, വരലക്ഷ്മി, ശരത് കുമാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അനൽ അരസു രചനയും സംവിധാനം ചെയ്തൊരു ആക്ഷൻ ഡ്രാമ ചിത്രമാണ് ഫീനിക്സ്. സിംപ്ലി സൗത്ത് വഴി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു തമിഴ് സീരീസാണ് ദ മദ്രാസ് മിസ്റ്ററി. നസ്രിയ നാസിം, നാസർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സൂര്യപ്രതാപ് സംവിധാനം ചെയ്തൊരു ത്രില്ലർ സീരീസാണ് ദ മദ്രാസ് മിസ്റ്ററി. സോണി ലീവിലൂടെ നവംബർ 6 ഇത് OTTയിൽ റിലീസ് ചെയ്യും. ഒരു ഹിന്ദി മൂവിയാണ് ബാഗി 4. സഞ്ജയത്തിനെ നായകനാക്കി ഹർഷ സംവിധാനം ചെയ്തൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ബാഗി 4. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 31 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ഭഗവത് ചാപ്റ്റർ 1 രാക്ഷസ്.
അക്ഷയ് ശ്രീ സംവിധാനം ചെയ്ത ഈ മൂവി ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. C5 ഒക്ടോബർ 17 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ്. ഒരു അമേരിക്കൻ അമാനുഷിക ഹൊറർ ചിത്രമാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഒക്ടോബർ 16 ഇത് OTT റിലീസ് ചെയ്യും. ഒരു തെലുങ്ക് മൂവിയാണ് കിഷ്കിന്ധാപുരി. അനുപമ പരമേശ്വരൻ, വെല്ലംകൊണ്ട ശ്രീനിവാസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കൗശിക് പഗല്ലപതി സംവിധാനം ചെയ്തൊരു ഹൊറർ ത്രില്ലർ ചിത്രമാണ് കിഷ്കിന്ധാപുരി. C5 ഒക്ടോബർ 17 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി സീരീസാണ് കുരുക്ഷേത്ര. ഇതൊരു ആനിമേറ്റഡ് സീരീസാണ്. മഹാഭാരത കഥയെ അടിസ്ഥാനമാക്കിയാണ് ഈ മൂവി അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഒക്ടോബർ 10 നെറ്റ്ഫ്ലിക്സിലൂടെ ഇത് OTT റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസാണ് ട്രൂ ഹോണ്ടിങ്. ഇതൊരു ഹൊറർ സീരീസാണ്. ഒക്ടോബർ 7 ഇത് നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യും.